ആ FB കുറിപ്പ് എന്തായിരുന്നു? ലോക തട്ടിപ്പിന്റെ ഡിക്ഷണറി. ആ മഹാനായ CPM പ്രവർത്തകന്റെ കുറിപ്പാണ്. എന്നിട്ട് മറ്റൊന്ന്, തട്ടിപ്പിന്റെ ബ്രാൻഡ് അംബാസഡറാണ് ആൻഡ്രൂ അഗസ്റ്റിൻ. ആ തരത്തിലാണ് അദ്ദേഹത്തിന്റെ എഴുത്ത്. എന്താണ് ഇവർ തട്ടിച്ചത്? നിങ്ങൾ പറയുന്നത് കോടതിയിലുള്ള ഒരു കേസിന്റെ കാര്യമാണ്. ആ കേസ് ആ വഴിക്ക് പോകട്ടെ. റിപ്പോർട്ടർ ചാനല് ഗംഭീരമായി ഇവർ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാർക്ക് കൃത്യമായി സാലറി കൊടുക്കുന്നുണ്ട്. എന്തിന്? കാലാകാലങ്ങളായി ഒന്നാം സ്ഥാനത്ത് നിന്ന ഏഷ്യാനെറ്റിനെ അടിച്ച് താഴെ ഇരുത്തിയിട്ട് റിപ്പോർട്ടർ TV മുകളിലേക്ക് കയറിപ്പോയി റേറ്റിംഗിൽ ഒന്നാമത് എത്തുകയും ചെയ്തു ഇവരുടെ മേൽനോട്ടത്തിൽ. അതായത് അഗസ്റ്റിൻ കുടുംബത്തിന്റെ മേൽനോട്ടത്തിൽ അവര് കൃത്യമായി ഒന്നാം സ്ഥാനം അച്ചീവ് ചെയ്തു റിപ്പോർട്ടർ TV. എന്തിനാണ് പിന്നെ ഈ മരമുറി ചാനൽ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്? അവര് കൊടുക്കുന്ന കാശിന് എന്ത് വിലയില്ലേ? ആ മാനേജ്മെന്റ് കൊടുക്കുന്ന കാശിന്, അവർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ കാശിന് വിലയില്ലേ? 130 കോടി രൂപ എന്ന് പറയുന്നത് ചില്ലറ പണമാണോ? ഈ 130 കോടി രൂപ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തുവെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് നുണ പറയാൻ കഴിയുമോ? അങ്ങനെ നുണയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമല്ലേ? 130 കോടി രൂപ കൊടുത്തത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കേരള പര്യടനത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ മറ്റു പലരും, അതായത് കേരളത്തിൽ അർജന്റീനയുടെ ടീം എത്തും എന്ന് ഉറപ്പായതോടെ മറ്റു പല വമ്പൻ സ്പോൺസർമാർ, റിപ്പോർട്ടർ TVയേക്കാൾ പണമിറക്കാൻ കഴിവുള്ള പല ചാനലുകളുമുണ്ട്, പല വമ്പന്മാരുമുണ്ട്. ഇപ്പൊ കേരളത്തെക്കാൾ വലിയ സംസ്ഥാനങ്ങളുണ്ട്. മഹാരാഷ്ട്രയുണ്ട്, മധ്യപ്രദേശുണ്ട്. ഇവിടെയൊക്കെ വലിയ വലിയ വമ്പൻ സ്രാവുകളുണ്ട്. അവര് ഈ 130 കോടിയെ മറികടക്കുന്ന തരത്തിൽ സ്പോൺസർഷിപ്പ് തുക കൂട്ടിയിട്ട് അർജന്റീനൻ ടീമിനെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് 150 കോടി തരാം, നിങ്ങൾക്ക് 200 കോടി തരാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ശ്രീ ആൻഡ്രൂ അഗസ്റ്റിന്റെ വാക്കുകളിൽ അത് വ്യക്തവുമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ സംഭാഷണ ശകലം നമുക്കൊന്ന് കേൾക്കാം. 130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ട്. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ നടന്നെന്ന് അവരെ അറിയിച്ചിട്ടില്ല. കരാർ കളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള എഫേർട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുമായി മുന്നോട്ട് പോകും. അങ്ങനെ റിപ്പോർട്ടർ TVനെ കബളിപ്പിച്ചുകൊണ്ടും സർക്കാരിനെയും കബളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും, ബോംബെയിൽ കളിക്കും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കും വേണ്ട. ഇതാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം. സർക്കാരിന്റെ ഒരു നിയമമുണ്ട്, പൈസ അടയ്ക്കുന്ന നിയമമുണ്ട്. അതുകൊണ്ട് നിയമത്തിനനുസരിച്ച് പൈസ അന്ന് പൈസ അടച്ചിട്ടില്ല എന്ന് ഞാൻ ഒന്ന് സമ്മതിക്കും. ഇപ്പോൾ പൈസ അടച്ചിട്ടുണ്ട്. ആ പൈസ എത്രയാണെന്ന് താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, ഇഷ്ടമില്ലെങ്കിൽ പറയാം. വില എന്നുണ്ടാവുന്നുണ്ട്. അതൊരു കാര്യം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ കരാർ ലംഘനം നടത്തിയെന്ന് താങ്കൾ പറയുകയും ചെയ്തു. ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞത് കരാർ ലംഘനം നടത്തി നിയമപരമായി മുന്നോട്ട് പോകും. ഇപ്പോൾ പറഞ്ഞത് കരാർ ലംഘനം നടത്തിയെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അല്ല, കരാർ ലംഘനം നടത്തിയെന്ന് അറിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ് കഴിയണം. ഡേറ്റ് വരില്ല എന്ന് അവർ പറയണം. നല്ല കരാർ ഒക്ടോബർ നവംബറിലേക്ക് വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഒക്ടോബർ നവംബറിൽ വരില്ല എന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ കരാർ ലംഘനം നടത്തിയെന്ന് പറയാം. അല്ല, അത് ഇനിയുണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു 10-15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. 15 ദിവസം മാക്സിമം വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കരാർ ലംഘനമാണെങ്കിൽ നമ്മൾക്ക് പറ്റില്ല. 130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പണം അടച്ചതിൻ്റെ അല്ല പ്രശ്നം. ഞാൻ പറയുന്നത് അതിന് നമുക്ക് രേഖകളുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് അയച്ച രേഖകളുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്. അത് അവരുടെ ബാങ്കിലേക്കാണ്. ആ ബാങ്ക് കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ പ്രസിഡന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഈ 150 കോടി രൂപ ചെറിയ പൈസയാണോ? ചെറിയ പൈസയാണോ? അത് ആരെ വിശ്വസിച്ച് അയക്കുന്നത്? ഈ ഒന്നാമത് വിന്നിങ് ചെയ്തൊരു പാർട്ടി കമ്പനീനെ വിശ്വസിച്ചിട്ടും ആ ഒരു ഫുട്ബോൾ അസോസിയേഷൻ വിചാരിച്ചിട്ടാണ് അടയ്ക്കുന്നത്. അപ്പം അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയവർ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് ഈ കാര്യം. കേരളത്തിൽ ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കി. ഇന്ത്യയിൽ നിന്നും നല്ല രീതിയിൽ കോൾ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആവാൻ പറ്റുമോ? ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആവാൻ പറ്റുമോ? ചെറിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്, വലിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള GCC കൺട്രീസിലുള്ള മെയിൻ സ്പോൺസർ കമ്പനികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇവരെയൊക്കെ ബന്ധപ്പെട്ട് അവരെ വിളിച്ചിട്ട് 100-150 കോടിക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തെ ഒരു സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ സംവിധാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് പറയണ്ടേ, നമുക്കിതിനൊരു ധാരണ വേണം. നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ 2-3 സൈൻ ചെയ്ത് മര്യാദയാണ്, നമുക്കത് അംഗീകരിക്കാം. അവർക്ക് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് തെറ്റൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അവരെ കഷ്ടപ്പെട്ട് ജയിച്ചു വന്ന ടീമാണ്, അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് കരാർ ലംഘനമല്ലേ? ഇനി
വരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പോലും ഒരു എഗ്രിമെന്റ് വെച്ച പാർട്ടി, ഒരു എഗ്രിമെന്റ് വെച്ച പ്രസിഡന്റ് സെക്രട്ടറി നമ്മളോട് വരുമോ ഇല്ലയോ എന്ന് പറയേണ്ട മര്യാദ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ കാര്യത്തിനകത്ത്? ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ ആൻഡോ അഗസ്റ്റിൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ചില സൈബർ ആളുകൾ എഴുതി പിടിപ്പിക്കുന്നത് 130 രൂപ കിട്ടാത്തതിന് ഇവിടെ കത്തിക്കുത്ത് നടക്കുന്ന സംസ്ഥാനമാണ്. അപ്പോഴാണ് ഇവിടെ 130 കോടി രൂപ അർജന്റീനിയൻ ടീമിന് കൊടുത്തു എന്ന് പറഞ്ഞ് കളവ് പറയുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം. അത് തെറ്റായ പ്രചരണമല്ലേ? പിന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയേണ്ടത് സർക്കാർ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന കമ്പനിയോട് അവരിതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഞങ്ങൾ വരില്ല, ഞങ്ങൾ വേണമെങ്കിൽ 2026 സെപ്റ്റംബറിൽ വരാം എന്ന് പറയുമ്പോൾ അത് പറയേണ്ടത് ഈ ഔദ്യോഗികമായി അറിയിക്കേണ്ടത് സ്പോൺസർമാരെയാണ്. ഇനി 2025-ഉം 2026-ഉം തമ്മിലുള്ള വ്യത്യാസം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 2025-ൽ വരുമ്പോൾ അർജന്റീന ടീം ലോകകപ്പ് ജേതാക്കളായാണ് വരുന്നത്. 2026 സെപ്റ്റംബറിലേക്ക് ഈ വരവ് മാറ്റിവെക്കുമ്പോൾ അപ്പോൾ ഈ ലോകകപ്പ് മത്സരം കഴിഞ്ഞിരിക്കും. അടുത്ത സീസൺ തുടങ്ങാറായല്ലോ. ഈ ലോകകപ്പ് മത്സരത്തിൽ അർജന്റീന കപ്പടിക്കുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ പറ്റുകയില്ല. ഒരുപക്ഷെ ലോകകപ്പ് മുൻവർഷം നേടിയ ടീം വരുന്നു എന്ന ഒരു ശോഭ, മങ്ങിയ ശോഭയോടുകൂടിയാകും 2026 അർജന്റീന ടീം വരുന്നത്. ഇപ്പോൾ ലോക ജേതാക്കളാണ്, മെസ്സിയുടെ ടീമാണ്. ആ ഒരു വലിയ ഗുണം അർജന്റീനൻ ടീമിനുണ്ട്. അതുകൊണ്ടാണ് 2026-ലെല്ലാം സ്പോൺസർഷിപ്പ് കൊടുത്തിരിക്കുന്നത്. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഇപ്പോൾ ഓഗസ്റ്റ് മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴാണ് ഈ വിവാദം ഇവിടെ കൊണ്ടുവരുന്നത്. മെസ്സി വരില്ലട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ മരമുറി ചാനൽ എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ TV അധിക്ഷേപിക്കുന്നത്, റിപ്പോർട്ടർ മാനേജ്മെന്റിനെ അധിക്ഷേപിക്കുന്നത്. ഇതിന് ഒരു കോക്കസ് തന്നെയുണ്ട്. ഡോക്ടർ അരുൺകുമാർ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അറിയാവുന്ന സ്നേഹിതനാണ്. അദ്ദേഹത്തിന് എന്നെ ഓർമ്മയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം മൊട്ട അരുൺ, അദ്ദേഹത്തിന് കുറച്ച് മുടിയൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തലയിൽ മുടിയൊക്കെ വടിച്ചു കളഞ്ഞു. അപ്പോൾ മൊട്ട അരുൺ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ഈ മൊട്ട അരുൺ എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് അധിക്ഷേപിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. സ്നേഹത്തോടെ മൊട്ട എന്ന് വിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകാം, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് വലയത്തിൽ ആളുകൾ ഉണ്ടാകാം. അല്ലാതെ ബാക്കി ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ മൊട്ട അരുൺ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെ അപഹസിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാം. അതും ഈ ശാരീരികമായി കറുത്ത നിറത്തെയും വണ്ണമുള്ളവരെയും അധിക്ഷേപിക്കുന്നതിന് എതിരെ കേസ് കൊടുക്കുന്ന സ്വഭാവം ഇവിടെ പല ആളുകൾക്കുമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അരുൺകുമാറിന് പല ആളുകൾക്കുമെതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പുമുണ്ട്. അദ്ദേഹം അതൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഈ ആക്ഷേപങ്ങളെയും പരിഹാസങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താമുറിയിൽ ശോഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആളുകൾ ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കുന്നുണ്ട്. മെസ്സിയെ അദ്ദേഹം മരവും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ട്രോൾ പോസ്റ്ററുകൾ. എന്തിനാണിതൊക്കെ? അവർ പറയുന്നു, ആൻഡോ അഗസ്റ്റിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു, 130 കോടി രൂപ കൊടുത്തത് ഇക്കൊല്ലം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ്. ഈ സീസണിൽ അല്ലെങ്കിൽ ഇപ്പോഴല്ല വരാതിരുന്നു കഴിഞ്ഞാൽ ഇത് കരാർ ലംഘനമാകും. നവംബർ മാസം കഴിയുന്നതോടുകൂടി കരാർ ലംഘനമാകും. അങ്ങനെയാണെങ്കിൽ നിയമ നടപടിക്ക് റിപ്പോർട്ടർ മാനേജ്മെന്റ് പോകും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ ഇത് കള്ളമാണെന്നും കാപട്യമാണെന്നും അച്ചു നിരത്തുന്ന ആളുകളെ കുറിച്ച് എന്തു പറയാൻ? അതുകൊണ്ടെങ്കിലും ഒരു കാര്യം പ്രിയപ്പെട്ട ഇങ്ങനെ ഈ ഇന്ന് കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്തോടുന്ന ഈ സാമൂഹിക വിമർശകരുണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഗർജിക്കുന്ന സിംഹങ്ങൾ, ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക. മരമുറി കേസ് നടന്നു, അത് വാസ്തവം തന്നെയാണ്. അത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്. ആ കേസ് വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ക്രൂശിക്കൂ. അല്ലാതെ ആ കേസിന്റെ പേരിൽ മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ചാനലിനെയും വാർത്താ ചാനലിനെയും അതിന്റെ മാനേജ്മെന്റിനെയും ഇങ്ങനെ അധിക്ഷേപിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് മെസ്സിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അദ്ദേഹം വരുമെന്നോ വരില്ലയോ? വരുമെന്ന് സ്പോൺസർമാർ ഉറപ്പിച്ച് പറഞ്ഞാൽ അദ്ദേഹം വരണം. കാരണം പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ വന്നേ തീരുകയുള്ളൂ. മറ്റെന്തെങ്കിലും ഒഴിവ് കഴിവാണെങ്കിൽ സ്പോൺസർമാർ കൃത്യമായി അത് മാധ്യമങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു അജണ്ട വച്ച് റിപ്പോർട്ടർ TVയെയും അതിന്റെ മാനേജ്മെന്റിനെയും താറടിക്കുന്ന ഈ സംഭവം തീരെ നിലവാരം കുറഞ്ഞ ഒരു സാമൂഹിക അധിക്ഷേപമാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഇതല്ല സാമൂഹിക വിമർശനത്തിന്റെ അടിസ്ഥാനം. കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കുക. അല്ലാതെ എന്ത് കേട്ടാലും ഉടനെ മരമുറി ചാനൽ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിനെ അധിക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല. പരമ്പരാഗത ചാനലായ ഏഷ്യാനെറ്റിനെയും അതുപോലെ തന്നെ 24 ഉൾപ്പെടെയുള്ള ചാനലുകളെ മറികടന്ന് മനോരമയും മാതൃഭൂമി അതിനൊക്കെ മേലിൽ
നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കിടിലം ഗംഭീര ജേർണലിസ്റ്റുകളുടെ ടീമുള്ള ഒരു ചാനലാണ് റിപ്പോർട്ടർ TV. ഞാനതിൽ അന്ന് മുമ്പ് ജോലി ചെയ്തിരുന്ന കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഇങ്ങനെ കോടതിയിലിരിക്കുന്ന കേസ് പറഞ്ഞ ചാനലിനെയും ചാനൽ ജീവനക്കാരെയും അതിൻ്റെ മേധാവികളെയും അധിക്ഷേപിക്കുന്നത് നിർത്തണം. മെസ്സിയുടെ കാര്യം മറ്റൊരു വിഷയമായെടുത്ത് അതിന് സ്പോൺസർഷിപ്പ് മണി അവർ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അവർ വരണം. അതിന് കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആ സ്പോൺസർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കരാറും ആ കാശ് കൊടുത്തതുമൊക്കെ വാസ്തവമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തിയും ബോധവുമെങ്കിലും നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം പറയട്ടെ.